10 വയസ്സുള്ള ലൈബ ഹുസൈൽ എന്ന ക്രൈസ്തവ പെൺകുട്ടിയെ പാകിസ്ഥാനിലെ ഫൈസലാബാദിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി ഇസ്ലാമിലേക്ക് നിർബന്ധിത മതപരിവർത്തനം നടത്തിയതായി വെളിപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഈ പെൺകുട്ടിയെ ലൈംഗിക വൃത്തിക്ക് ഉപയോഗിക്കാനായി മനുഷ്യക്കടത്തുകാർക്ക് വിൽപ്പന നടത്തിയതായി പ്രസ്തുത റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഫെബ്രുവരി 12-ാം തീയതിയാണ് പഞ്ചാബ് പ്രവിശ്യയിലെ ഫൈസലാബാദ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഭവനത്തിൽ നിന്നും ഷൗക്കത്ത് ഷാ എന്ന മുസ്ലിമിന് വേണ്ടി 4 മുസ്ലിമുകൾ ചേർന്ന് ലൈബയെ തട്ടിക്കൊണ്ടുപോയത്. സ്വയം മതം മാറിയതാണെന്ന് കോടതിയിൽ പറയണമെന്ന് നിർദ്ദേശം നൽകിക്കൊണ്ട് കുട്ടികളെ നിർബന്ധിത പരിവർത്തനം നടത്തുന്ന ആളായിട്ടാണ് ഷാ പ്രദേശത്ത് അറിയപ്പെടുന്നത്. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ വാർത്ത പുറത്തുവന്നിട്ടും ഷായ്ക്കെതിരെ നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല എന്നാണ് ലൈബയുടെ പിതാവ് സുഹൈൽ മാസിക് പറയുന്നത്. താൻ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്തതായി ലൈബ വെളിപ്പെടുത്തിയതായി ഫെബ്രുവരി 15-ാം തീയതി സുഹൈൽ മസീഹിനെ പോലീസ് അറിയിക്കുകയും പിന്നാലെ ഒരു കോടതിയുടെ നിർദ്ദേശാനുസരണം പെൺകുട്ടിയെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുകയുമായിരുന്നു. എന്നാൽ ഷാ ഷെൽട്ടർ ഹോമിൽ നിന്ന് പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോയതായി സുഹൈൽ മാസിക് വെളിപ്പെടുത്തി. ഇതാണ് ഷായുടെ പ്രവർത്തന രീതിയെന്നും ഇരകളെ കൈവശപ്പെടുത്തിയതിനു ശേഷം അവരെ അയാൾ എന്ത് ചെയ്യും എന്ന് ആർക്കും അറിയില്ലെന്നും പെൺകുട്ടിയുടെ പിതാവ് വേദനയോടെ പറഞ്ഞു. പരാതിപ്പെടാനുള്ള ശേഷിയില്ലാത്ത മാതാപിതാക്കളുടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വിൽപ്പന നടത്തുന്ന ശൃംഖലയിലെ കണ്ണിയാണ് ഷായും കൂട്ടുകാരും എന്ന് തങ്ങൾ ഭയപ്പെടുന്നതായും സുഹൈൽ ആശങ്ക പങ്കുവച്ചു. ക്രൈസ്തവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 7-ാമതായിട്ടാണ് പാകിസ്ഥാനിലെ ക്രൈസ്തവ സന്നദ്ധ സംഘടനയായ ഓപ്പൺ ഡോഴ്സ് വെളിപ്പെടുത്തിയിരിക്കുന്നത്.